നമ്മൾ റെഗുലറായിട്ട് കൊണ്ടുവരുന്ന ഒരു പാറ്റേൺ ആണ് ലിനൻ കോട്ടൺ ഫാബ്രിക്കിൽ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു ഫാബ്രിക്കാണ്. നമ്മുടെ ക്ലൈമറ്റിലാണ് വളരെ കംഫർട്ടബിൾ ആണ്. അതുപോലെ ബഡ്ജറ്റ് റേറ്റ് വൈസ് ആണെങ്കിൽ ഒരു ബഡ്ജറ്റ് ബൈ ആയിട്ടുള്ളതാണ്. അതിൽ നമ്മൾ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ കോമ്പിനേഷനിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ് ഒരു ഡിസൈൻ. അതേപോലെ തന്നെ ഒരു സിംഗിൾ പാറ്റേൺ ഉണ്ട്, അത് പ്യുവർ കോട്ടണിലുള്ള ഒരു ഡിസൈനർ പീസാണ്. അതേപോലെ തന്നെ നമ്മൾ കാണുന്നത് പ്രീമിയം കാറ്റഗറിയിൽ വന്നിട്ടുള്ള ചന്തേരി ഫാബ്രിക്കിൽ, ചന്തേരി സിൽക്കിൽ വരുന്നതാണ്. അതിൽ 4 ഡിഫറെൻ്റ് ആയിട്ടുള്ള, ഓരോന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈനാണ് വന്നിട്ടുള്ളത്. ഇത്രയും പാറ്റേൺ ആണ് ഇപ്പോൾ കാണാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് ഈ ചന്തേരി, പ്യുവർ ചന്തേരിയിലുള്ളത് കാണാം. ഞാൻ പറഞ്ഞാൽ ഇതെല്ലാം പ്രീമിയം ഡിസൈനർ അൺസ്റ്റിച്ച്ഡ് സ്യൂട്ട്സ് ആണ്. കളേഴ്സ് ആണെങ്കിലും പാറ്റേൺ ആണെങ്കിലും ഒക്കെ യുണീക്കാണ്. ഇതിലോട്ട് ഫാബ്രിക് ചന്തേരിയാണ്, ചന്തേരി സിൽക്കിലോട്ട് ഡിജിറ്റൽ പ്രിൻറ്റ്സ് വന്നിരിക്കുകയാണ്. ഈ കളർ വരുന്ന ഒരു ലൈറ്റ് മാവ് പിങ്ക് ആണ്. അതിലേക്ക് പിങ്ക് ആൻഡ് ഗ്രീനിൻ്റെ ഒക്കെ കോമ്പിനേഷനാണ്. 3 പാനൽ കട്ടുകളിൻ്റെ പാറ്റേൺ വരും ഫ്രണ്ടിൽ. യോക്കിലേക്ക് ബോക്സ് പാറ്റേൺ, പിന്നെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഹാൻഡ് വർക്കും വന്നിട്ടുണ്ട്. ബാക്ക് സൈഡ് ഫുള്ളായിട്ട് ഈ സെയിം പ്രിൻറ്റ്സ്, സൈഡിലോട്ട് വരുന്ന പ്രിൻ്റാണ് വന്നേക്കുന്നത്. സ്ലീവ്സ് അഡീഷണൽ ആയിട്ടാണ് ഇതിൽ വരുന്നത്. അതും ഈ ഒരു ഫ്ലോറൽ പ്രിൻറ്റും ഏറ്റവും എൻഡിൽ ബോർഡറും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫാബ്രിക്സ് നന്നായിട്ട് ഇതിൽ അവൈലബിൾ ആണ്. ഇതാണ് ടോപ്പ്. ദുപ്പട്ട വന്നിരിക്കുന്നത് സോഫ്റ്റ് ചന്തേരി തന്നെയാണ്. ഇതാണ് അതിൻ്റെ ഡിസൈൻ വരുന്നത്. ഈ മിഡിൽ പാറ്റേൺ ആണ് ദുപ്പട്ടയുടെ മിഡിൽ പോർഷനിലോട്ട്, പിന്നെ സൈഡ് ചുറ്റും ബോർഡറും വരികയാണ്. ബോട്ടം വന്നിരിക്കുന്നത് പ്യുവർ കോട്ടണിലാണ്. ഇതൊരു പാറ്റേൺ. പറഞ്ഞ പോലെ ഇതിലെല്ലാം ഓരോന്നും ഡിഫറെൻ്റ് ആണ്. അടുത്ത് വന്നിരിക്കുന്ന ഒരു പീച്ച് ഷെയ്ഡിൽ, എല്ലാം സ്ലീവ്സ് അഡീഷണൽ ആയിട്ടുണ്ട് കേട്ടോ. ഓരോന്നും ഞാൻ പറഞ്ഞ പോലെ ഇതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലുക്കാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ കണ്ടോ, മിഡിലിൽ യോക്ക് വരുന്നുണ്ട് ബോക്സ് പാറ്റേൺ ആയിട്ട്, അതിൽ ഫ്ലോറൽ പാറ്റേണും സൈഡിലോട്ട് ഫ്ലോറൽ പ്രിൻറ്റ്, ബാക്കിയൊക്കെ സ്ട്രൈപ്ഡ് ആൻഡ് സിക്സാക് ഡിസൈൻ ആണ് വന്നിരിക്കുന്നത്. ബാക്ക് സൈഡും ഈ ഒരു ഡിസൈനാണ് കേട്ടോ. ഈ ഒരു സ്ട്രൈപ്സ് ആണ് ഫുള്ള് ബാക്കിലോട്ട് വന്നിട്ടുള്ളത്. പിന്നെ ആ സിക്സാക് പാറ്റേണും മിഡിൽ പാനൽ പോലെ ബാക്ക് സൈഡിലോട്ട് വരുന്നുണ്ട്. പിന്നെ സ്ലീവ്സിന് അഡീഷണൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതുപോലെ ഫ്ലോറൽ പാറ്റേൺ. എല്ലാം ഫുള്ള് സ്റ്റിച്ച് ചെയ്തിട്ട് കഴിയുമ്പോൾ വളരെ യൂണീക്ക് ആൻഡ് ഡിഫറെൻറ്റ് ലുക്കായിരിക്കും ഇത് തരുന്നത്. ഇതിൻ്റെ ദുപ്പട്ട വരുമ്പോൾ സ്ട്രൈപ്ഡ് ആയിട്ടുള്ള പാറ്റേൺ, സ്ട്രൈപ്സ് വന്നേക്കുന്ന ഒരു ലീഫി ഡിസൈനിലുമാണ്. പിന്നെ ചുറ്റും ബോർഡർ വരുന്നു. ബോട്ടം വരുമ്പോൾ പ്യുവർ കോട്ടണിലാണ്. ഇതൊരു പീച്ച് കളറാണ്, നല്ലൊരു ഓറഞ്ച് ലൈറ്റ് ഓറഞ്ച് പീച്ച് ടോൺ. അടുത്തതും വന്നിരിക്കുന്നത് ഒരു മൗ പിങ്കിൻ്റെ ലൈറ്റ് ഷെയ്ഡാണ്. അതും യൂണീക്കാണ്. ഇതിലേക്ക് വരുമ്പോൾ യോക്ക് ഇതുപോലെ മിഡിൽ പോർഷനിലുള്ള ഫ്ലോറൽ പാറ്റേൺ, സൈഡിലോട്ട് ഈ ഒരു ഡിസൈൻ വരും. ഇടയ്ക്കൊരു ചെറിയ പോൾക്ക ഡോട്ട് ഡീറ്റെയിലിങ്ങും വന്നിട്ടുണ്ട്. യോക്ക് ഹൈലൈറ്റ് ചെയ്ത് ഹാൻഡ് വർക്ക്. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് ഇതുപോലെയാണ്. സൈഡിൽ ഈ ഒരു പാനൽ വന്നിട്ട് മിഡിലോട്ട് ഫ്ലോറൽ ഫ്രണ്ട് പോർഷൻ പോലെ തന്നെ. പിന്നെ ഇതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്ന സ്ലീവ്സ് പോൾക്ക ഡോട്ടിലായിട്ടാണ് വന്നിരിക്കുന്നത്. സ്ലീവ്സ് ഇതുപോലെ പോൾക്ക ഡോട്ട്സും എൻഡിലേക്ക് ബോർഡറും ആയിട്ടാണ് സ്ലീവ് ഡിസൈൻ ചെയ്ത് വന്നേക്കുന്നത്. നല്ല ഭംഗിയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേൺ ആണ്. പിന്നെ ഇതിൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് പോൾക്ക ഡോട്ട് തന്നെ കുറച്ചുകൂടെ വലിയ ഡിസൈനായിട്ട് കൊടുത്തിട്ട് ചുറ്റും ഫ്ലോറൽ ബോർഡർ ആയിട്ട് വന്നിരിക്കുകയാണ്. ബോട്ടം വന്നിരിക്കുന്നത് പ്യുവർ കോട്ടൺ. അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നത് ഒരു ലൈറ്റ് ബ്ലൂയിഷ് ഗ്രേ, ഒരു പേസ്റ്റൽ ടോൺ ആണ്. അതിലേക്ക് പിങ്ക് കളറിലുള്ള ബ്രൈറ്റ് ഒരു പിങ്ക് കളറിലുള്ള ഫ്ലോറൽ പാറ്റേൺ. യോക്ക്, സൈഡ് പോർഷൻ ഈ ഒരു ഡിസൈൻ, ബാക്ക് സൈഡ് അതേപോലെ തന്നെ. പിന്നെ സ്ലീവ്സിന് അഡീഷണൽ ആയിട്ട് ഫ്ലോറൽ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. അത് ഈ മിഡിലുള്ള ഫ്ലവേഴ്സ് ആണ് സ്ലീവ്സിലോട്ട് വന്നിരിക്കുന്നത്. എന്നിട്ട് ഏറ്റവും എൻഡിൽ ബോർഡർ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇങ്ങനെ വരും സ്ലീവ്സ്. പിന്നെ ഇതിൻ്റെ ദുപ്പട്ട ആൻഡ് ബോട്ടം. ഇത് നമ്മൾ കാണുന്നത് പ്യുവർ കോട്ടണിൽ വന്നിട്ടുള്ള ഒരു ഡിസൈനർ പീസാണ്. അതിലോട്ട് ഇങ്ങനെ ഒരു ക്രഷ്ഡ് ആയിട്ടുള്ള പാറ്റേണിലുള്ള സ്ട്രൈപ്സ് ആണ് വന്നിരിക്കുന്നത്, വീവ് ചെയ്ത്. പിന്നെ യോക്കിലേക്ക് ബോക്സ് പാറ്റേൺ വരുന്നത് ഒരു മസ്റ്റാർഡ് യെല്ലോ കളറാണ്. ബാക്ക് സൈഡ് ആ സെയിം ഡിസൈൻ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ദുപ്പട്ട വരുന്നത് പ്യുവർ ഷിഫോണിലാണ്. ഇങ്ങനെയാണ് എൻ്റെ ദുപ്പട്ട പെയർ ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ്ലി ഹാൻഡ് ബ്ലോക്ക് പ്രിൻസ് ആണ് ദുപ്പട്ടയിൽ വന്നിട്ടുള്ളത്. പിന്നെ ഏറ്റവും എൻഡിലേക്ക് ടാസൽസ് വന്നിട്ടുണ്ട് വിത്ത് പേൾ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ടാസൽസ്. ബോട്ടം വന്നിരിക്കുന്നതും പ്രിന്റർ കോട്ടണിലാണ്. അത് മസ്റ്റാർഡ് യെല്ലോയിൽ ഈ ഒരു മെറൂൺ കോമ്പിനേഷൻ. ഇത് ലിനൻ കോട്ടണിൽ 1849 റേഞ്ചിൽ വന്നിട്ടുള്ളതാണ്. നല്ല കളേഴ്സാണ്. ഇത് വന്നിരിക്കുന്നത് ഒരു ഗ്രീൻ ആൻഡ് ബ്ലൂവിൻ്റെ ഒക്കെ കോമ്പിനേഷനാണ്. ടർക്കോയിസ് ബ്ലൂ, ഗ്രീൻ, സീ ഗ്രീൻ കോമ്പിനേഷൻ നന്നായിട്ടുണ്ട് ഷെയ്ഡ്. പിന്നെ യോക്കിലേക്ക് മിറർ വർക്കും സ്പ്രെഡിങ് ആയിട്ട് ഫ്രണ്ട് പോർഷനിൽ മിറർ വർക്കും ഗ്ലാസ് മിറർ വർക്കാണ് വന്നിരിക്കുന്നത്. പിന്നെ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ പ്രിൻ്റ് പാറ്റേണും. ദുപ്പട്ട വരുമ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് പെയർ ചെയ്യുന്നത്.
അതിലേക്ക് ഫ്ലോറൽ പാറ്റേൺ കുറച്ച് കോൺട്രാസ്റ്റ് ആയിട്ടാണ് ഇതിലേക്ക് വരുന്നത്. നല്ല ഫ്ലോയി ആയിട്ടുള്ള നമുക്കിടാനും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ്. ബോട്ടം വരുമ്പോൾ ഷാൻറ്റൂണാണ്. ഇതിൽ കളേഴ്സ് നോക്കാം. ഒരു ഷെയ്ഡ് ഇതിൻ്റെ വന്നിരിക്കുന്നത് ഒരു ലൈറ്റ് ഓറഞ്ച് പീച്ച് ഷെയ്ഡ്, അതിലേക്ക് സാൽമൺ പിങ്കിൻ്റെയും ഒക്കെ കോമ്പിനേഷൻ നന്നായിട്ടുണ്ട്. കളറ് കാണാനായിട്ട് ഡിഫറെൻ്റ് ആണ്. ഫ്ലോറൽ ഡിസൈനൊക്കെ ആ ഒരു നേരത്തെ കാണിച്ച പോലെ തന്നെ വരും. ബോട്ടം ഷാൻറ്റൂണാണ്. അടുത്ത ഷെയ്ഡ് വരുമ്പോൾ സാൽമൺ പിങ്ക് കളറ്, പിങ്കിൻ്റെ തന്നെ കോമ്പിനേഷൻ, പിന്നെ ദുപ്പട്ടയിലോട്ട് വരുമ്പോൾ ഗ്രീൻ കളേഴ്സിൻ്റെ ഒരു കോമ്പിനേഷനൊക്കെ ആയിട്ട് ആണ് ഇത് വന്നിരിക്കുന്നത് അടുത്ത ഷെയ്ഡിൽ. ലാസ്റ്റ് ഷെയ്ഡ് വരുമ്പോൾ ഒരു പിസ്ത ഗ്രീൻ ആണ്, അതിലേക്ക് പിങ്കിൻ്റെ ഒക്കെ കോമ്പിനേഷൻ. ടോപ്പ് ഇതുപോലെ വരും ആൻഡ് ബോട്ടം.